നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. പുതിയ UK കെയർ വിസ നിയമം കുടുംബത്തെ ഒപ്പം കൂട്ടാൻ 4 സുപ്രധാന വഴിത്തിരിവുകൾ. 2024 മാർച്ച് 11 ശേഷം UKയിൽ കെയർ വർക്കർ വിസയിലെത്തിയ മലയാളി കുടിയേറ്റക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ. നിയമപ്രകാരം ഈ റൂട്ടിലുള്ളവർക്ക് തങ്ങളുടെ പങ്കാളിയെയോ കുട്ടികളെയോ ആശ്രിതരായി UKയിലേക്ക് കൊണ്ടുവരാനോ UKയിലുള്ള കുടുംബങ്ങളെ ഈ വിസയിലേക്ക് മാറ്റാനോ സാധിക്കില്ല. ഈ പ്രതിസന്ധി മറികടക്കാൻ നിയമപരമായ 4 പ്രധാന മാർഗങ്ങൾ. 1. വിസ കാറ്റഗറി മാറ്റുക. നിങ്ങൾ നിലവിൽ ജോലി ചെയ്യുന്നത് കെയർ മേഖലയിലാണെങ്കിലും നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് കെയർ വിസയ്ക്ക് പുറമെയുള്ള മറ്റ് ജനറൽ സ്കിൽഡ് വർക്കർ വിസകളിലേക്ക് മാറാൻ സാധിക്കുമോ എന്ന് നോക്കുക. ജനറൽ സ്കിൽഡ് വർക്കർ വിസയിലുള്ളവർക്ക് ഇപ്പോഴും തങ്ങളുടെ പങ്കാളികളെയും കുട്ടികളെയും ആശ്രിത വിസയിൽ UKയിലേക്ക് കൊണ്ടുവരാൻ നിയമപരമായ അനുവാദമുണ്ട്. അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെൻറ്റ്, IT, അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിലെ തന്നെ മറ്റ് ഉയർന്ന തസ്തികകൾ, ഉദാഹരണത്തിന് നഴ്സിംഗ്, സീനിയർ മെഡിക്കൽ തസ്തികകൾ എന്നിവയിൽ സ്പോൺസർഷിപ്പ് നൽകാൻ തയ്യാറുള്ള മറ്റൊരു തൊഴിലുടമയെ കണ്ടെത്തുക. രണ്ടാമതായി, പങ്കാളിക്ക് സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ വിസ കണ്ടെത്തുക. നിങ്ങളുടെ പങ്കാളിക്ക് UKയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിസയെ ആശ്രയിക്കാതെ സ്വന്തം യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വരാൻ ശ്രമിക്കാവുന്നതാണ്. പങ്കാളിക്ക് സ്വന്തമായി UKയിൽ സ്പോൺസർഷിപ്പ് നൽകാൻ തയ്യാറുള്ള ഒരു കമ്പനിയിൽ ജോലി കണ്ടെത്തുക. ഉദാഹരണത്തിന് നേഴ്സുമാർ, IT പ്രൊഫഷണലുകൾ, അധ്യാപകർ എന്നിവർക്ക് നേരിട്ട് വിസ ലഭിക്കാൻ എളുപ്പമാണ്. സ്റ്റുഡൻസ് വിസ. UKയിലെ സർവകലാശാലകളിൽ ഉയർന്ന കോഴ്സുകൾക്കായി പങ്കാളിക്ക് ചേരാവുന്നതാണ്. എന്നാൽ നിലവിലെ നിയമപ്രകാരം സ്റ്റുഡൻറ് വിസയിലുള്ളവർക്കും കുടുംബത്തെ കൊണ്ടുവരുന്നതിൽ നിയന്ത്രണങ്ങളുണ്ട് എന്നത് ഓർക്കുക. UKയിൽ ജനിക്കുന്ന കുട്ടികൾക്കായുള്ള പ്രത്യേക പരിരക്ഷ. ഒരു പുതിയ കെയർ വർക്കറുടെ കുട്ടി UKയിലാണ് ജനിക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് ഈ പുതിയ നിബന്ധനകളിൽ നിന്ന് പ്രത്യേക ഇളവുണ്ട്. UKയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് മാതാപിതാക്കളുടെ കെയർ വിസയുടെ കീഴിൽ തന്നെ ആശ്രിത വിസ ലഭിക്കുന്നതിനും UKയിൽ തുടരുന്നതിനും നിയമപരമായ തടസ്സമില്ല. അടുത്തതായി, നിങ്ങൾ കെയർ വിസയിൽ UKയിൽ തുടരുകയും ഭാവിയിൽ ILR നേടുകയും ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രതിസന്ധി പൂർണ്ണമായും മറികടക്കാം. എന്നാൽ ഇതിനായി നിശ്ചിത വാർഷിക വരുമാന പരിധി നിലവിലുണ്ട്. ഹോം ഓഫീസിൻ്റെ കണിശമായ നിയമങ്ങൾ കാരണം ഏത് വിസ മാറ്റത്തിന് അപേക്ഷിക്കുന്നതിന് മുൻപും ഒഫീഷ്യലായി രജിസ്റ്റർ ചെയ്ത ഒരു UK ഇമിഗ്രേഷൻ സോളിസിറ്ററുടെ വിദഗ്ധ നിയമോപദേശം തേടുന്നത് നിങ്ങളുടെ വിസ അപേക്ഷകൾ നിരസിക്കപ്പെടാതിരിക്കാൻ ഏറ്റവും സുരക്ഷിതമായിരിക്കും. വിസ ദുരുപയോഗം. വിദേശ വിദ്യാർത്ഥികളെ വിലക്കാൻ UK സർവകലാശാലകൾക്ക് ഹോം ഓഫീസിൻ്റെ കടുത്ത മുന്നറിയിപ്പ്. UKയിൽ പഠന വിസയിലെത്തിയ ശേഷം കോഴ്സ് പൂർത്തിയാക്കാതെ പകുതിക്ക് വെച്ച് നിർത്തുകയും വിസ ചട്ടങ്ങൾ ലംഘിച്ച് രാഷ്ട്രീയ അഭയം തേടുകയും ചെയ്യുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചതോടെ കർശന നടപടിയുമായി ബ്രിട്ടീഷ് ഹോം ഓഫീസ്. വിദ്യാർത്ഥികൾ വൻതോതിൽ കോഴ്സ് ഉപേക്ഷിക്കുകയോ വിസ നിരസിക്കപ്പെടുകയോ ചെയ്താൽ സർവകലാശാലകൾക്ക് അന്താരാഷ്ട്ര റിക്രൂട്ട്മെൻറ്റ് നടത്താനുള്ള അവകാശം പൂർണ്ണമായും റദ്ദാക്കും. കഴിഞ്ഞ വർഷം മാത്രം 10,000-ലധികം വിദ്യാർത്ഥികളാണ് പഠന വിസ ദുരുപയോഗം ചെയ്ത് അഭയാർത്ഥി പദവിക്ക് അപേക്ഷിച്ചത്. വിസ സമ്പ്രദായം സുതാര്യമാക്കാൻ ഹോം ഓഫീസ് 3 കർശന മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. വിസ നിരസിക്കൽ നിരക്ക് 5% താഴെയായിരിക്കണം. കോഴ്സ് എൻറോൾമെൻറ്റ് 95%, കോഴ്സ് പൂർത്തീകരണ നിരക്ക് 90%-മായി ഉയർത്തണം. 2027 സമ്മർ മുതൽ ട്രാഫിക് ലൈറ്റ് റാങ്കിംഗ് സിസ്റ്റം വഴി സർവകലാശാലകളെ നിരീക്ഷിക്കും. റെഡ് റേറ്റിംഗ് ലഭിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 12 മാസത്തെ മെച്ചപ്പെടുത്തൽ പ്ലാൻ സ്വന്തം ചെലവിൽ നടപ്പാക്കേണ്ടി വരും. യഥാർത്ഥ വിദ്യാർത്ഥികളെ UK എപ്പോഴും സ്വാഗതം ചെയ്യുമെന്നും എന്നാൽ വിസ സിസ്റ്റം ദുരുപയോഗം ചെയ്ത് അനധികൃതമായി ജോലി ചെയ്യാനോ അഭയം തേടാനോ അനുവദിക്കില്ലെന്നും മൈഗ്രേഷൻ മന്ത്രി മൈക്ക് ടാപ്പ് വ്യക്തമാക്കി. NHS ജീവനക്കാരെയും രോഗികളെയും വിദ്വേഷത്തിൽ നിന്നും വംശീയതയിൽ നിന്നും സംരക്ഷിക്കുമെന്ന് സർക്കാർ. NHS ജീവനക്കാരെയും രോഗികളെയും വിദ്വേഷത്തിൽ നിന്നും വംശീയതയിൽ നിന്നും സംരക്ഷിക്കാൻ ലോർഡ് ജോൺ മാൻ്റെ ശുപാർശകൾ പൂർണ്ണമായി അംഗീകരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കി. ഇതിൻ്റെ ഭാഗമായി ട്രസ്റ്റ് ചെയർമാൻമാരും ചീഫ് എക്സിക്യൂട്ടീവുമാരും 6 മാസത്തിനകം നിർബന്ധിത ആൻറ്റി റേസിസം പരിശീലനം പൂർത്തിയാക്കണം. കൂടാതെ NHS ജീവനക്കാർ യൂണിഫോമിലോ ഡിജിറ്റൽ പശ്ചാത്തലങ്ങളിലോ രാഷ്ട്രീയ ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുന്നത് വിലക്കും. ഇതോടൊപ്പം പാലിയേറ്റീവ് കെയർ മെച്ചപ്പെടുത്താൻ 2026 പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കും. മറ്റൊരു സുപ്രധാന തീരുമാനത്തിലൂടെ തീവ്രമായ ഓവേറിയൻ ക്യാൻസർ ബാധിച്ച സ്ത്രീകൾക്കായി പുതിയ മരുന്ന് NHS ലഭ്യമാക്കി തുടങ്ങി. കഴിഞ്ഞ 20 വർഷത്തിനിടെ ഈ രംഗത്തുണ്ടാകുന്ന ആദ്യത്തെ വലിയ ചുവടുവയ്പ്പാണിത്. ക്ലിനിക്കൽ ട്രയലുകളിൽ ഈ മരുന്ന് രോഗികളുടെ ശരാശരി ആയുസ് 16.5 മാസമായി ഉയർത്തിയതായി കണ്ടെത്തി.
അതേസമയം NHSന്റെ സൈബർ സുരക്ഷാ ഭീഷണി അതിരൂക്ഷം എന്ന ഉയർന്ന നിരക്കിലേക്ക് മാറിയിട്ടുണ്ടെന്നും സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാത്തത് രോഗികളുടെ സുരക്ഷയെ ബാധിക്കുമെന്നും ചീഫ് എക്സിക്യൂട്ടീവ് സർ ജിം മാക്കി മുന്നറിയിപ്പ് നൽകി. മറ്റ് ചില ട്രസ്റ്റുകളിൽ മിഡ്വൈഫുമാരെ ഉറക്കമില്ലാതെ ഇരട്ട ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യിപ്പിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. മുതിർന്നവരുടെ സാമൂഹിക ക്ഷേമം, കെയർ പ്രൊഫഷണലുകളുടെ അവകാശങ്ങൾക്കായി വെസ്റ്റ്മിൻസ്റ്ററിൽ യോഗം. കമ്മ്യൂണിറ്റി ഇൻ്റഗ്രേറ്റഡ് കെയർ ചീഫ് എക്സിക്യൂട്ടീവ് ജിം കെയ്നും പോളിസി വിഭാഗം മേധാവി ബെൻ ലഹാനും ഷാഡോ ഹെൽത്ത് സെക്രട്ടറി സ്റ്റുവർട്ട് ആൻഡ്രൂ MP-യുമായി വെസ്റ്റ്മിൻസ്റ്ററിൽ കൂടിക്കാഴ്ച നടത്തി. മുതിർന്നവരുടെ സാമൂഹിക ക്ഷേമ മേഖല നേരിടുന്ന കടുത്ത വെല്ലുവിളികളും അടിയന്തരമായി നടപ്പിലാക്കേണ്ട പരിഷ്കാരങ്ങളുമാണ് ജൂൺ 2 നടന്ന ചർച്ചയിൽ പ്രധാന വിഷയമായത്. കെയർ മേഖലയിലെ നിലവിലെ പ്രശ്നങ്ങൾ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യുന്നതിനായി ചാരിറ്റി നടത്തുന്ന നിരന്തര ഇടപെടലുകളുടെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ച. സാമൂഹിക കെയർ സിസ്റ്റത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന KC റിവ്യൂ പ്രായോഗികമായി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ചർച്ചയിൽ ഊന്നിപ്പറഞ്ഞു. കെയർ വർക്കർമാരെ വെറും തൊഴിലാളികളായല്ല, മറിച്ച് മികച്ച നൈപുണ്യമുള്ള ഒരു അത്യാവശ്യ സേവന വിഭാഗമായി അംഗീകരിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ജീവനക്കാരുടെ ക്ഷേമത്തിനായി നിക്ഷേപം നടത്തുന്നതുവഴി സ്ഥാപനങ്ങളിൽ ജീവനക്കാർ തുടരുന്ന നിരക്ക് വർദ്ധിക്കുകയും പരിചരണത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുകയും ചെയ്യും. ഈ പരിഷ്കാരങ്ങൾ യഥാർത്ഥത്തിൽ വിജയിക്കണമെങ്കിൽ കെയർ മേഖലയെ നന്നായി അറിയാവുന്നവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കണമെന്നും അതിനായി ആവശ്യമായ ഫണ്ടും വിഭവങ്ങളും സർക്കാർ അനുവദിക്കണമെന്നും ജിം കെയ്ൻ ഓർമ്മിപ്പിച്ചു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാള UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാള UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.